ആശയവനിലത്രേ. യേശു എന്നടിസ്ഥാനം ആശയവനിലത്രേ. ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാൻ. ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാൻ. എന്നെ അടുത്തും അകലെയുമായി ശ്രദ്ധിക്കുന്ന മാന്യ സ്നേഹിതർക്ക് കർത്താവായ യേശുവിന്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. നാം ജീവിക്കുന്ന ഈ കാലഘട്ടം എന്നുള്ളത് വളരെയേറെ വാർത്താവിനിമയ മേഖലകളിൽ വളർച്ച പ്രാപിച്ചിട്ടുള്ള ഒരു കാലഘട്ടമാണ്. മനുഷ്യന്റെ ഭൗതികമായ മേഖലകളിൽ വളരെയേറെ വളർച്ച ഉണ്ടായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. മനുഷ്യന് വായിക്കുന്നതിനും വിചിന്തനം ചെയ്യുന്നതിനും ഉപരിപഠനങ്ങൾ നടത്തുന്നതിനുമൊക്കെ വളരെയേറെ ആഗ്രഹമുള്ള, താല്പര്യമുള്ള, വളരെയേറെ പ്രോത്സാഹനമുള്ള ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ പുസ്തകങ്ങൾക്കും എഴുത്തുകൾക്കുമൊക്കെ വളരെയേറെ പ്രാധാന്യമുണ്ട്. പുസ്തകങ്ങൾ പുറത്തു വരുന്നതിന് യാതൊരുവിധമാകുന്ന നിയന്ത്രണങ്ങളുമില്ല. അതിന്റെ എണ്ണം എണ്ണി തിട്ടപ്പെടുത്തുവാൻ കഴിയാതെ വണ്ണം അത്രമാത്രം പുസ്തകങ്ങളൊക്കെ ലോകത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പുസ്തകങ്ങളെല്ലാം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ പുസ്തകങ്ങൾ വരുന്നതോടൊപ്പം തന്നെ അതിന്റെ വിവർത്തനങ്ങളും നടക്കുന്നുണ്ട്, അതിനുള്ള റിവിഷൻസും നടക്കുന്നുണ്ട്, അതിന്റെ തിരുത്തുകളുകൾ നടക്കുന്നുണ്ട്. അങ്ങനെ അനേക സംഭവങ്ങൾ ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ പശ്ചാത്തലത്തിൽ യാതൊരുവിധമാകുന്ന ഒരു പരിവർത്തനവും നടത്തുവാൻ ആവശ്യമില്ലാത്ത രീതിയിൽ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും വിവർത്തനം നടത്തപ്പെട്ടിരിക്കുന്ന, ലോകത്തിൽ അനേകം ആൾക്കാർ വായിക്കുകയും ലോകത്തിലെ മനുഷ്യർക്ക് മടുപ്പ് കൂടാതെ എന്നും ആസ്വാദ്യത നൽകുകയും ചെയ്യുന്ന ഒരു പുസ്തകത്തെക്കുറിച്ച് നിങ്ങളുടെ മുൻപാകെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുക. ഇന്ന് വരെയും ഈ പുസ്തകം വായിച്ചിട്ട് എനിക്ക് മടുപ്പ് വന്നു എന്ന് പറഞ്ഞ് ഞാൻ ആരും പറഞ്ഞ് കേട്ടിട്ടില്ല. ഈ പുസ്തകത്തിന് ഒരു പരിഷ്കരണം വരുത്തണം, ഇതൊന്ന് കുറച്ചുകൂടി ഒന്ന് ആനുകാലികമാക്കണമെന്ന് പറഞ്ഞിട്ടില്ലാത്ത ഒരു പുസ്തകം ഈ ലോകത്തുണ്ട്. അതാണ് വിശുദ്ധ വേദപുസ്തകം. ഈ അതുല്യമായ, ലോകത്തിൽ ആർക്കും തുല്യം പറയുവാൻ കഴിയാത്ത അനുഗ്രഹീതമായ വിശുദ്ധ വേദപുസ്തകത്തെക്കുറിച്ച് നിങ്ങളോട് ചില കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുക. ഈ വിശുദ്ധ വേദപുസ്തകം ഇത്ര ശ്രേഷ്ഠമാണ് എന്ന് ഞാൻ പറയുന്നതിന്റെ കാരണം എന്താ? എന്തുകൊണ്ടാണ് ഇത് ഇത്ര ശ്രേഷ്ഠമായിരിക്കുന്നത്? അനേക കാര്യങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ പറയുവാനുണ്ട്. എങ്കിലും രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ ഓർപ്പിക്കട്ടെ. ഈ വിശുദ്ധ വേദപുസ്തകം വളരെ അതുല്യവും വളരെ വിശിഷ്ടവും വളരെ അപ്രമേയവുമായ ഒരു പുസ്തകമാണ്. കാരണം ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് 40-ലധികം ആൾക്കാരാണ്. അത് അവർ എഴുതിയിരിക്കുന്നത് എന്ന് പറയുന്നത് വ്യത്യസ്തമായ ഭൂഖണ്ഡങ്ങളിൽ ഇരുന്നാണ് എഴുതിയത്. മാത്രമല്ല, അത് എഴുതിയത് ഏതാണ്ട് 1500-600 അതിൽ കൂടുതലോ വർഷങ്ങളുടെ ഗ്യാപ്പിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വ്യത്യസ്തമായ വർഷങ്ങൾക്കുള്ളിൽ ഇരുന്നു കൊണ്ടാണ് അവർ എഴുതിയിരിക്കുന്നത്. ഞാൻ പറയുന്നതിന്റെ ആശയം എന്ന് പറഞ്ഞാൽ, തമ്മിൽ കാണുവാൻ സാധ്യതയില്ലാതെ വ്യത്യസ്തങ്ങളായ ഭൂഖണ്ഡങ്ങളിൽ, വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ, വ്യത്യസ്ത കാലഘട്ടത്ത് വ്യത്യസ്തരായ വ്യക്തികൾ ഇരുന്ന് എഴുതിയതായ ഒരു പുസ്തകമാണ് ഈ വിശുദ്ധ വേദപുസ്തകം. അതിന്റെ ഒരു എഴുത്തുകാരനല്ല അതിന്റെ എഴുത്തുകാര്, അതിൽ പല എഴുത്തുകാർ അതിലുണ്ട്. എന്നാൽ ഈ പുസ്തകം എഴുതി ചേർത്തപ്പോൾ വ്യത്യസ്തരായ ആൾക്കാർ വ്യത്യസ്ത കാലഘട്ടത്തിൽ, വ്യത്യസ്ത ഭാഷകളിൽ, വ്യത്യസ്ത സാഹചര്യങ്ങളിൽ, വ്യത്യസ്ത ജീവിത തുറകളിൽ നിന്ന് എഴുതി ചേർത്ത് വ്യത്യസ്ത ജീവിത നിലവാരങ്ങളും വിദ്യാഭ്യാസ നിലവാരങ്ങളും ഉള്ളവരാണ് ഈ പുസ്തകം എഴുതിയത്. അങ്ങനെയുള്ളവരെല്ലാം എഴുതി ചേർത്ത ഈ പുസ്തകം ഒരേ ഒരു ആശയം മാത്രമുള്ള ഒരേ പുസ്തകമായിട്ട് തീർക്കപ്പെട്ടു. ഇങ്ങനെ പലരെഴുതിയ, പല വിദ്യാഭ്യാസ സാഹചര്യത്തിൽ, പല ഭൂഖണ്ഡത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, വ്യത്യസ്തങ്ങളായ ജീവിത സാഹചര്യങ്ങളിൽ, വേറെ വേറെ കാലഘട്ടത്തിൽ ഒക്കെ ജീവിച്ചിരുന്നവർ എഴുതിയിരിക്കുന്ന ഈ പുസ്തകം ഒരു അടുക്കും ചിട്ടയിലും ഒരു സ്കെയില് പിടിച്ചെഴുതിയതുപോലെയുള്ള ഒരേ ചിട്ടയിൽ അത് എഴുതപ്പെടണമെങ്കിൽ ആ പുസ്തകത്തിന് എന്തെങ്കിലും ഒരു പ്രത്യേകത വേണം. ആ പുസ്തകം ഒരു അതുല്യമായിരിക്കണം. ഇതൊരു ദൈവികമായ ഒരു നിയന്ത്രണമുള്ള,
അതുല്യമായ അത്ഭുതകരമായ ഒരു നിയന്ത്രണമുള്ള പുസ്തകമായിരിക്കണം. ഈ വിശുദ്ധ വേദ പുസ്തകം എന്നുള്ളത് വ്യത്യസ്തരായ വ്യക്തികൾ വ്യത്യസ്ത സാഹചര്യത്തിൽ വ്യത്യസ്ത കാലഘട്ടത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ജീവിത പശ്ചാത്തലത്തിൽ നിന്ന് എഴുതി ചേർത്തതാണെങ്കിലും അത് ഒന്നിച്ചു ചേരുമ്പോൾ ഒരേ ഒരു അതുല്യമായ ഒരു അനുഗ്രഹീതമായ ഒരു പുസ്തകമായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് ഇത് ഒരു വ്യത്യസ്തമായ പുസ്തകമാണ്, അതുല്യമായ പുസ്തകമാണ്, അനുഗ്രഹീതമായ പുസ്തകമാണ്. ഇതുപോലൊരു പുസ്തകം ലോകത്തിലില്ല. വേറെ പലരും എഴുതി ഒന്നിച്ചു ചേർത്തൊരു പുസ്തകം ഇതുപോലെ ഒരു തെറ്റും കണ്ടുപിടിക്കാൻ കഴിയാതെ, ഒരു വൈപരീത്യവും കണ്ടുപിടിക്കുവാൻ കഴിയാതെ, ഒരു വ്യത്യസ്തമായ ഒരാശയവും കണ്ടുപിടിക്കുവാൻ കഴിയാതെ ഇതുപോലെ കോർത്തിണക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ, ഇതിന് തുല്യമായ വേറൊരു പുസ്തകം ഈ ഭൂമിയിൽ ഇല്ല എങ്കിൽ ഇത് അതുല്യമായ ഒരു പുസ്തകമാണ്, ഇത് അനുഗ്രഹീതമായ ഒരു പുസ്തകമാണ്. പല വ്യക്തികൾ പല കാലഘട്ടത്തിൽ പല വിദ്യാഭ്യാസ സാഹചര്യത്തിൽ പല ജീവിത പന്താവുകളിൽ ഇരുന്ന് എഴുതി ചേർത്തിട്ടും ഒരേ ഒരാശയമാണ് ഈ പുസ്തകത്തിൽ ഉള്ളത് എങ്കിൽ ഈ പുസ്തകത്തിന് എന്തോ അതുല്യമായ ഒരു ശ്രേഷ്ഠതയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത് അനുഗ്രഹീതമായ അതുല്യമായ ഒരു പുസ്തകമാണ്. രണ്ടാമതായിട്ട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, ഈ പുസ്തകത്തിൽ എഴുതി ചേർത്തിരിക്കുന്നതായ അതിന്റെ ആശയം എന്നുള്ളത് ഏറ്റവും വ്യത്യസ്തവും ഏറ്റവും ശ്രേഷ്ഠതരവും ഏറ്റവും പ്രയോജനകരവുമാണ്. ഈ പുസ്തകത്തിന്റെ ഒന്നാമത്തെ പുസ്തകം മുതൽ ഇതിന്റെ അവസാനത്തെ പുസ്തകം വരെ വായിച്ചാൽ അതിൽ ഒരേ ഒരു ആശയമാണുള്ളത്. ആ ആശയം എന്ന് പറഞ്ഞാൽ, ഈ ലോകത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ നേരിടുന്നതായ ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം എന്നുള്ളത് മനുഷ്യന് മറ്റൊരു മനുഷ്യനെ സ്നേഹിക്കുവാനോ മനുഷ്യന് വേണ്ടി കരുതുവാനോ മനുഷ്യന് വേണ്ടി വ്യത്യസ്തമായി ജീവിക്കുവാനോ കഴിയാത്ത രീതിയിൽ മനുഷ്യനെ ബാധിക്കുന്നതായ വലിയൊരു പ്രശ്നം മനുഷ്യൻ നേരിടുന്നുണ്ട്. ആ പ്രശ്നത്തെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം പറയുന്നത് പാപമെന്നാണ്. പാപം എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യേണ്ടത് എനിക്ക് ചെയ്യാൻ കഴിയാതെ പോവുക, ഞാൻ ചെയ്യരുതാത്തത് ഞാൻ ചെയ്യുക. ഇത് രണ്ടും പാപമാണ്. ഒന്ന്, ഞാൻ ചെയ്യേണ്ടത് എനിക്ക് ചെയ്യാൻ കഴിയാതെ പോവുക, ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് ചെയ്യാൻ കഴിയുന്നില്ല, ഞാൻ ആഗ്രഹിക്കാത്തത് ചെയ്യരുതാത്തത് ഞാൻ ഉദ്ദേശിക്കാത്തത് ഞാൻ ചെയ്തു പോകുന്നു, അത് പാപമാണ്. അങ്ങനെയുള്ള ഒരു പ്രശ്നം മനുഷ്യനോടുള്ള ബന്ധത്തിലുണ്ട്. അങ്ങനെയുള്ള മനുഷ്യന്റെ ആ പ്രശ്നത്തിന് ഒരു പരിഹാരം ഈ വിശുദ്ധ വേദ പുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ്. കർത്താവായ യേശു എന്ന ദൈവത്തിന്റെ പരിഹാരകൻ, ദൈവത്തിന്റെ പുത്രൻ മനുഷ്യന്റെ പ്രശ്നത്തിന് പരിഹാരത്തിന് വേണ്ടി ഈ ഭൂമിയിലേക്ക് അവതരിക്കും എന്ന്, ഈ ഭൂമിയിലേക്ക് വരുമെന്ന് ഉൽപ്പത്തി പുസ്തകം എന്ന വേദപുസ്തകത്തിന്റെ ഒന്നാമത്തെ പുസ്തകം മുതൽ ആവർത്തിക്കുകയും പറയുകയും അത് തുടർമാനമായിട്ടുള്ള പുസ്തകങ്ങളിൽ ആവർത്തിക്കുകയും പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തു വന്നതിനെ കുറിച്ച് രേഖപ്പെടുത്തുകയും യേശുക്രിസ്തു വന്ന് പാപത്തിന് പരിഹാരം വരുത്തിയ വഴികളെ കുറിച്ച് ഈ വിശുദ്ധ പുസ്തകം രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ പുസ്തകത്തിന്റെ ഒന്നാമത്തെ പുസ്തകം മുതൽ അവസാനത്തെ പുസ്തകം വരെ പറയുന്നതായ ഒരേ ഒരു കാര്യം എന്നുള്ളത്, മനുഷ്യൻ പാപിയാണ്, മനുഷ്യന്റെ പാപത്തിന് പരിഹാരം ദൈവം ഒരുക്കുവാൻ തയ്യാറാണ്. ദൈവം തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയക്കുന്നു. കർത്താവായ യേശു ഈ ഭൂമിയിലേക്ക് വന്നു. അവൻ ചരിത്രത്തിന്റെ നടുവിൽ ഈ ഭൂമിയിൽ ജനിച്ചു. മനുഷ്യന്റെ പാപം തന്റെ തോളിൽ ഏറ്റെടുത്തു. മനുഷ്യന്റെ പാപത്തിനും അധർമ്മത്തിനും മനുഷ്യൻ നേരിടുന്നതായ വൈഷമ്യത്തിനും പരിഹാരമായിട്ട് കാൽവരിയിലെ ക്രൂശിൽ യേശു മരിച്ചു. യേശു നമുക്ക് വേണ്ടി കല്ലറയിൽ അടക്കപ്പെട്ടു. യേശു മൂന്നാമത്തെ ദിവസം കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. അവൻ ഇന്ന് ജയശ്രീലാളിതനായിട്ട് ജീവിക്കുന്നു. വിശുദ്ധ വേദപുസ്തകം ഇങ്ങനെ പറയുന്നുണ്ട്, അവൻ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയ ശേഷം പിതാവായ ദൈവത്തിന്റെ അടുക്കിലേക്ക് കടന്നുപോയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു എന്റെ പാപത്തിന്, നിങ്ങളുടെ പാപത്തിന്, എന്നെ ശ്രദ്ധിക്കുന്ന നിങ്ങളുടെ പ്രശ്നത്തിന് അവൻ പരിഹാരം വരുത്തിയിരിക്കുന്നു. പ്രശ്നത്തിന് പരിഹാരം വരുത്തി ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ അടുക്കൽ അവൻ പോയിരിക്കുന്നു. വിശുദ്ധ വേദപുസ്തകം പിന്നെയും ഇങ്ങനെ പറയുന്നു, അവൻ ഇനിയും നിങ്ങൾക്ക് വേണ്ടി മടങ്ങി വരും. കർത്താവായ യേശു ഒരുക്കിയിരിക്കുന്ന പാപത്തിന്റെ പരിഹാരം ജീവിതത്തിൽ സ്വന്തമായിട്ട് ഏറ്റുവാങ്ങി അംഗീകരിച്ചിരിക്കുന്നു എങ്കിൽ അവരെ ചേർക്കുവാൻ കർത്താവായ യേശു മടങ്ങി വരും. ഇതാണ് വിശുദ്ധ വേദപുസ്തകത്തിന്റെ ആശയം. ഇതിനകത്ത് ഒന്നാമത്തെ ആ പുസ്തകം മുതൽ അവസാനത്തെ പുസ്തകം വരെയും പറയുന്നത് ഒരതുല്യമായ സന്ദേശമാണ്, അത്യാവശ്യമായ ഒരു സന്ദേശമാണ്, പ്രയോജനകരമായ ഒരു സന്ദേശമാണ്. അതെന്താണെന്നറിയാമോ? മനുഷ്യൻ നേരിടുന്നതായ പാപം എന്ന പ്രശ്നത്തിന് ദൈവത്തിന്റെ പരിഹാരകനായ കർത്താവായ യേശു ഈ ഭൂമിയിൽ പരിഹാരം വരുത്തുവാൻ വന്നു. അവൻ ആ മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തി. അവൻ പിതാവിന്റെ അടുക്കിലേക്ക് കയറിപ്പോയിരിക്കുന്നു. അവൻ പാപിയായ മനുഷ്യനെ സ്നേഹത്തോടെ വിളിക്കുന്നു, അടുത്തു വരിക, നിന്റെ പ്രശ്നത്തിന് ഞാൻ പരിഹാരം വരുത്താം. യേശുവിനോട് അവന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കടന്നുപോയി യേശുവെങ്കിൽ പാപപരിഹാരം വാങ്ങുവാൻ നീ തയ്യാറായാൽ നിന്നെ ഈ ഭൂമിയിൽ നിന്ന് ചേർക്കുവാൻ യേശു വരുവാൻ പോകുന്നു.
പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം നിങ്ങൾക്കറിയാമോ? ഇനി ലോകം കാണുവാൻ കേൾക്കുവാൻ പോകുന്ന ഏറ്റവും വലിയൊരു സംഭവം എന്നുള്ളത് കർത്താവ് യേശുവിൽ ആശ്രയിക്കുന്ന വിശ്വസിക്കുന്നവരായ യേശുവിന്റെ ഭക്തന്മാരായി തീരുന്ന, യേശുവിൽ കൂടെ പാപത്തിന് പരിഹാരം ലഭിക്കുന്നവരെ അവന്റെ അടുക്കിലേക്ക് ചേർക്കുവാൻ യേശു മടങ്ങി വരാൻ പോവുകയാണ്. ലോകം അനധിവിദൂര ഭാവിയിൽ ആ കാര്യം കാണും. അന്ന് യേശുവിന്റെ ശബ്ദത്തിന് മുൻപാകെ ഞാൻ അവന്റെ അടുക്കൽ ചേർക്കപ്പെടും. ഞാൻ മാത്രമല്ല, ഈ യേശുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കും അവനോടൊപ്പം ചേർന്ന് പോകുവാൻ കഴിയും. ഇതാണ് വേദപുസ്തകത്തിന്റെ സന്ദേശം. ഇതുപോലൊരു സന്ദേശം ലോകത്തിൽ വേറെ ഒരു പുസ്തകത്തിലുമില്ല. ഈ പുസ്തകത്തിൽ കഥയും അതുപോലെയുള്ള മറ്റ് കാര്യങ്ങളൊക്കെ ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും ഈ പുസ്തകത്തിന്റെ സന്ദേശം എന്നുള്ളത് അതുല്യമാണ്. ഈ പുസ്തകത്തിന്റെ സന്ദേശം എന്നുള്ളത് ഉന്നതമാണ്. ഈ പുസ്തകത്തിന്റെ ആശയം എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠതരമാണ്. ആ കർത്താവ് യേശു എന്ന ആ പുണ്യപുരുഷൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ നിങ്ങളുടേതായി തീരണമെന്നുള്ളതാണ് പുസ്തകത്തിന്റെ ആശയം. പ്രിയപ്പെട്ടവരെ, ഈ പുസ്തകം ഇതുപോലെ അതുല്യമായൊരു പുസ്തകം വേറെ ലോകത്തിലില്ല. പലരെഴുതിയതെങ്കിലും ഒന്നുപോലെ കോർത്തിണക്കപ്പെട്ടിരിക്കുന്ന ശ്രേഷ്ഠതരമായൊരു പുസ്തകം. അതിലെ ആശയം ലോകത്തിൽ ഇതുവരെയും ആർക്കും സൃഷ്ടിക്കുവാൻ കഴിയാത്ത, പറഞ്ഞു വെക്കുവാൻ കഴിയാത്ത, ആർക്കും ഇതുപോലെ ഇത്ര വ്യത്യസ്തമായി എഴുതി ചേർക്കുവാൻ കഴിയാത്ത ഒരാശയം, ദൈവത്തിന്റെ ആശയം രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകം. അതുകൊണ്ട് ഇത് ദൈവത്തിന്റെ പുസ്തകമാണ്, ദൈവത്തിന്റെ ആശയമാണ്, ദൈവത്തിന് മനുഷ്യരോട് പറയുവാനുള്ള സന്ദേശമാണ്. ഈ സന്ദേശം ഉൾക്കൊണ്ട് കർത്താവായ യേശു എന്ന പാപപരിഹാരകനിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടുവാൻ, ഈ പുസ്തകത്തിന്റെ വിശുദ്ധ വേദപുസ്തകത്തിന്റെ വക്താവായി ജീവിക്കുവാൻ, യേശുവിൽ കൂടെ രക്ഷ പ്രാപിച്ച് യേശുവിന് വേണ്ടി കാത്തിരിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്നുള്ള വാക്കുകളോടെ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.